പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക. എന്താ പറയണത്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് ഞാൻ അപ്പോൾ 10 ദിവസം ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ 10 ദിവസം പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ അത് 10 ദിവസത്തിൻ്റെതായിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറയണ്ട, എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അതാണ് 10 ദിവസത്തിന്റെ ആയിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറഞ്ഞ എന്താണ്? ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോഴും 10 ദിവസം പറയും അത് വെളിപാടാണ്, എനിക്ക് നീയാണ് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈശോയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 12 അണ്ണന്മാരുണ്ടല്ലോ, 12 അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസിനാണ് താക്കോൽ കൊടുക്കേണ്ടത്. അന്ത്രയോസാണ് ആദ്യം വന്ന കക്ഷി. അന്ത്രോസ് പോയി 10 ദിവസം വിളിച്ചോണ്ട് വരികയായിരുന്നത്. 10 ദിവസം വിളിച്ചോണ്ട് വന്നതിന് ഇപ്പം താക്കോൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരവും കൊണ്ടൊക്കെ ഉള്ളത് യോഹന്നാനെയാണ്. അടിപൊളി സുവിശേഷമില്ല, കണ്ടില്ലേ? 2000 കൊല്ലം കഴിഞ്ഞിട്ടും വായിച്ച് പിന്നെയും ആഴങ്ങളിലേക്ക് പോവുകയാണ് യോഹന്നാൻ. അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിലൊക്കെ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽ സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഈശോ പറഞ്ഞ് താക്കോൽ സ്ഥാനം തരേണ്ടത് അധികാരം അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് ഈശോയുടെ ഒരു നിലപാടാണത്. ഞാനല്ല. നിനക്ക് പണ്ട് സബദി പുത്രന്മാരോടും പറയുമ്പോൾ എന്താ പറയണത്? ഞാനല്ല, എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും, പിതാവായ ദൈവമാണെന്ന് പറയും. അത് തന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കണത്. അപ്പയോട് ചോദിക്കണം, അപ്പ ഇതിൽ ആരാണ് 12 പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും. എന്താണ് അതറിയാൻ വേണ്ടിയാണ് ഈശോ ചോദ്യം എടുത്തത്. അതായത് അധികാരം വരണത് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരണത്. പക്ഷെ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല. അഭിഷേക വിധി പ്രകാരമുള്ള അറിവുണ്ട്. പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത്, ബേസ്മെൻ്റാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. വായിച്ച മനസ്സിലാക്കിയിരിക്കാന്നേ ഉള്ളൂ. മറ്റേ അഭിഷേക വിധി പ്രകാരം അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ്. അത് കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ അപ്പത്തിന് ആർക്കും കൊടുക്കും. അതുപോലെ കൈമാറ്റം ചെയ്യും. അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം. കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും. അവനത് ആർജിച്ചെടുക്കണതല്ലേ. മറ്റത് പിതാവ് നൽകണതാണ്. പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധി പ്രകാരമാണ്. അത് കൈമാറ്റം ചെയ്യാൻ പറ്റും. കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ്. കൊളോസ്യസ് 3:11
ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സംരംഭനാണെന്നുള്ളതാണ്. അപ്രോച്ചബിളാണ്, അപ്രിഹെൻഡഡ് ആണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ, അതിൻ്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, കഴിവനുസരിച്ചാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ചെന്നല്ലേ കർത്താവ് പറയണത്. മത്തായി 25:15 എടുത്തേ. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ്. അവനവൻ്റെ കഴിവനുസരിച്ചാണ്. അവൻ്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? അവനവൻ്റെ ദൈവസ്നേഹം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രത്യാശ, അവന് വേണ്ടിയുള്ള അവനവൻ്റെ സാക്ഷി ജീവിതം, അവനവൻ്റെ കൈമാറ്റം, പ്രവേഗം. കർത്താവിന് കൈമാറണം എന്നുള്ള പ്രവേഗമുള്ളവനാണ്, അതിൻ്റെ ആണ് കഴിവെന്ന് പറയുന്നത്. അതനുസരിച്ച് അവൻ കർത്താവിന് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കും നാളെ പറയണത്. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം. നിന്റെ അനുഭവങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ നീ ഒരു പോക്കീസ്, സംശയമില്ല. ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ശമയോൻ മാംസമോ രക്തമോ അല്ല, എൻ്റെ സുഖസ്ഥനായ പിതാവാണെന്ന് എന്നെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് ശമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. അത് കാലത്തിനൊപ്പം കർത്താവിനെ കുറിച്ചുള്ള അറിവ് അനുഭവവും വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് അധികാരത്തിലേക്ക് പോണത്. അധികാരമായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, അനുഗ്രഹം മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ്? അനുഗ്രഹം. പിന്നെന്താണ്? അഭിഷേകം. അഭിഷേകം കഴിഞ്ഞ അധികാരം. അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അധികാരമാണെന്ന് അറിയാമോ? ആത്മാവിൽ അധികാരമാണ്. ഇപ്പോൾ ചെറിയ പറയത്തില്ലേ, ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞ്, അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിൽ നിന്ന് വിസയും കട്ടാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു. ഇയാളെ വന്ന് ഈ സങ്കടം പറയുമ്പോൾ ഞാൻ അമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ തൊട്ടും പറഞ്ഞ്, ഞാനിവനെ കയറ്റി വിടുകയാണെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇവന് ജീവിക്കാൻ മാർഗമില്ല. ഇവൻ്റെ വിസ എക്സ്പയർ അല്ല, അത് കട്ട് ചെയ്തിരിക്കണതാണ്. അവൻ 19,000 രൂപയെ മറ്റേ മുടക്കി, കാശില്ലാത്ത കാശാൻ മുടക്കി അവൻ പോയി. അവന് ജോർദാനിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ചു. അപ്പോൾ വെച്ചാൽ അത് ഏത് സമയത്തും പിടിക്കപ്പെടാം. പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തെ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കണത് കഥ ഞാൻ പറഞ്ഞില്ലേ, ദിവസങ്ങൾ ധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷിതയാണ് പറഞ്ഞത്, എന്ത് പറ്റും മോളെ ഇവിടെ നിൽക്കാൻ കാര്യം? അപ്പോൾ അവൾ പമ്മി, അവൾ അബോർഷന് വേണ്ടി ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ്, കാര്യം 2 വീട്ടിലും
ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ, അവളുടെ വീട്ടിൽ പ്രസവം രണ്ടാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് എൻ്റെ കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ രണ്ടാമതൊക്കെ അമ്മക്ക് ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ അമ്മ നിൽക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പം രണ്ടുപേരും വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോഴൊരു പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ലേ, വിലകാരെ ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയണത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാനം പറയേണ്ടി വരും ദൈവത്തോട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കണം കാണുന്നില്ലേ. ഇനിയൊരു കുഞ്ഞിനെ കിട്ടുന്നത് എന്താ ഉറപ്പ്? ഈ ഇരിക്കണ കുഞ്ഞ്, നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഇങ്ങനെ പടാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. രണ്ടാമത്തെ അഭിഷേകകാലം, കർത്താവിൻ്റെ അറിവ് നമുക്ക് 10 ദിവസം കിട്ടുന്നു. മൂന്നാമത്തത് അധികാരകാലം കർത്താവിന് വേണ്ടി പറന്ന് വിട്ട് പ്രവർത്തിക്കുന്ന കാലം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കുമ്പസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് പിറ്റേ ദിവസം 29-ാം തീയതി മുതൽ അന്നു മുതൽ ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും കുർബാന മുടങ്ങാതെയും കുമ്പസാരിക്കാതെയും ഇരുന്നിട്ടില്ല. കുർബാന സ്വീകരിക്കാതെയും ഈ നിമിഷം വരെ ആളിരുന്നിട്ടില്ല. അതിനും മാതാവിന് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകൾക്ക് 2 ആൺകുട്ടികളായിരുന്നു. മൂന്നാമത്തേത് ഓപ്പറേഷനായിരുന്നു. മൂന്നാമത്തെ കുട്ടി പ്രസവ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുട്ടിയെ കിട്ടുമോ അമ്മയെ കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, 2021 ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ മകളെയും എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു തരണം, അമ്മയുടെ പേരിട്ട് ഞാൻ വിളിച്ചോളാം എൻ്റെ ഉണ്ണിയെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മയുടെ നാമധാരിയായി ഇന്ന് ജോനിഷ മറിയം എന്ന് അവളെ പേര് വിളിക്കുന്നു. നാലാമത് ചേട്ടൻ്റെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ സീരിയസ് ആണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മേമേ നല്ലോണം പ്രാർത്ഥിക്കണം, എന്നെ തിരിച്ചു തരാൻ മാതാവിനോട് അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു. ഉപ്പ് അവളുടെ വായിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിച്ചു പോയിക്കോ, നീ തിരിച്ചു വരും, യാതൊരാപത്തും കൂടാതെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവൾക്ക് യാതൊരാപത്തും കൂടാതെ ഓപ്പറേഷൻ സക്സസ്സായി നടക്കുകയും അവൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഈ 27-ാം തീയതി ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു യാതൊരു വക കുഴപ്പങ്ങളും ഈ ബ്രെയിൻ ട്യൂമറിനെ സംബന്ധിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ വിട്ടുപോയത് ചേട്ടൻ്റെ കാലിൻ്റെ മുറിവ് ഉണങ്ങിയത് മാതാവിൻ്റെ തൈലം 3 പ്രാവശ്യം കുരിശ് വരച്ച് ആ മുറിവുമേൽ പുരട്ടി. അന്നു മുതൽ ഇന്ന് വരെ യാതൊരു വക മരുന്നുകളോ ഓയിൽമെൻറ്റോ ഒന്നും പുരട്ടാതെ പ്രഷറിൻ്റെ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് എല്ലാം സ്ഥിരമായി, ഹാർട്ടിൻ്റെ മരുന്ന് എല്ലാം സ്ഥിരമായി കഴിച്ചായിരുന്നതായിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ സെപ്റ്റംബർ 23-ാം തീയതി തൊട്ട് ഇന്ന് ഈ നേരം വരെ യാതൊരു വക മരുന്നുകളോ ഗുളികകളോ ഓയിൽമെൻറ്റോ ഒന്നും പുരട്ടാതെ നല്ലൊരു മനുഷ്യനായി മാതാവ് എനിക്ക് എൻ്റെ ഭർത്താവിന് തിരിച്ചു തന്നതിന് 1000 നന്ദി പറയുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ എന്നും പള്ളിയിൽ പോകുമ്പോൾ ആൾ നടന്നു പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, ഞാൻ ഇടയ്ക്ക് എന്നും പോകാൻ എനിക്ക് സാധിക്കായിരുന്നില്ല, ജോലിയുണ്ട്, ജോലിക്ക് പോകും, പിന്നെ ആളുടെ കാര്യങ്ങളെല്ലാം കഴിച്ചു വെച്ചിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാമായിരുന്നില്ല. വൈകിട്ടുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ച ഞായറാഴ്ചയാണ് പോയിരുന്നത്. അപ്പോൾ ആൾ ഡെയിലി നടന്നു പോകുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഈ ഞൊണ്ടി നടക്കണത് കാണാൻ എനിക്ക് വയ്യ, എങ്ങനെയെങ്കിലും ഒരു ജോലി ഒരു വണ്ടി ശരിയാക്കി തരാൻ നീ വാങ്ങി നടക്കാൻ അതിന് സാധിക്കണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മാതാവ് മറ്റുള്ളവരുടെ അനുഗ്രഹപ്രകാരം ലയൺസ് ക്ലബ്ബ് മണപ്പുറം എന്നീ ഇവരുടെ അനുഗ്രഹപ്രകാരം എൻ്റെ ചേട്ടന് ഒരു മുച്ചക്രവാഹനം 3 ദിവസത്തിനുള്ളിൽ മുച്ചക്രവാഹനം കിട്ടുകയും ചെയ്തു. അതിനും 1000 നന്ദി മാതാവിന് പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ ജോസഫ്.
ഞാൻ പാലായിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് ലാലം ചർച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ആൻറ്റി പറഞ്ഞതാണ് 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുവെങ്കിലും കൊറോണ മൂലം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല. പ്രാർത്ഥനകൾ മുടക്കി. എൻ്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. കുട്ടികൾക്ക് രോഗങ്ങൾ, കുടുംബസമാധാനമില്ലായ്മ. 2022 അതുപോലെ തന്നെ എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുക, അച്ഛൻ്റെ യൂട്യൂബിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി പ്രാർത്ഥന കൂടാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തു. 2022 അവസാനം ആണ് എന്നോട് പറയുന്നത് ഇത്. ഞാനിത് ചെയ്ത് 20 ദിവസത്തിനകം ഞാൻ ഇവിടെ വന്ന് 2023 ജനുവരിയിൽ ഉടമ്പടി എടുത്തു. 13 വർഷങ്ങളായിട്ട് എനിക്ക് രാത്രിയിലും പകലും ഇല്ലാതെ എൻ്റെ ചങ്കും പുറവും കട്ട് കഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ബാക്ക് സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് ശ്വാസം വിടാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും ഞാൻ എണീറ്റിരുന്ന്, ഈശോയെ എനിക്കെൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭിത്തിയിലിട്ട് എൻ്റെ പുറമിടിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്, വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ വിളിച്ചു വരുത്തും. അങ്ങനെ പപ്പ വരും, വന്ന് തട്ടിത്തിരുമ്മി പ്രാർത്ഥിച്ചല്ലെങ്കിൽ വേദനയുടെ ബാം തൂത്ത് വന്ന് പോകും. ഞാനിങ്ങ് പോരുന്നതിന് ജനുവരി ആദ്യ ആഴ്ചയിൽ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് പുറം തിരുമ്മി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മടുത്തു, ഇത് ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആയുർവേദം ചെയ്തു, ഇംഗ്ലീഷ് ചെയ്തു, എന്തിലും ഈ വേദനയ്ക്ക് കുറവില്ലായിരുന്നു. അന്ന് പപ്പ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈശോയെ, അമ്മ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ 2023 ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ വേദന പിന്നെ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു ചെയ്തിരിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം. അമ്മ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുജത്തി, പേര് ആൽബി ആൻ്റണി, 5 വർഷമായി അവർ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 29 വയസ്സുണ്ട്. എന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് സ്പിരിച്വലായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു. എപ്പോഴും എന്നോട് പറയും, ചേച്ചി ബൈബിൾ വായിക്കുമെന്ന് പറയും. അത്രയും ഏറെ എന്നെ സഹായിച്ചിരുന്നൊരു കുഞ്ഞായിരുന്നു. ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് എന്നാ മോളെ കാര്യം, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ചേച്ചി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക, കല്യാണം ആയില്ലേ ആൽബി, കല്യാണം ആയില്ലേന്ന്. ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, ചേച്ചി കൃപാസനത്തിൽ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ചേച്ചി പ്രാർത്ഥിക്കാം. അവളുടെ അമ്മയും എന്നെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞുമോളെ നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നതല്ലേ, നീ എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം ആ കുഞ്ഞിനൊരു കല്യാണം വന്നു. നാളെ സൗദിയിൽ നിന്ന് ആ കല്യാണം നടത്താനായിട്ട് അവൾ വീട്ടിലേക്ക് എത്തുകയാണ്. അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഫാമിലിയോടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ആൽബി, അമ്മ നിന്നെ കടാക്ഷിച്ചിട്ടുണ്ട്, ഇനി അമ്മയുടെ കൂടെ ചേർന്ന് നീ നടക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ നാത്തൂന് സബിത റോസ് ജോൺ, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, മക്കളില്ല. അവളും ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ മക്കളില്ലാത്ത അവസ്ഥയോർത്ത് അവൾ തന്നെ ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോയ തേൻ ലീവിന് വന്നപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞു നിന്നെ ദൈവം കൈവിടത്തില്ല, അമ്മ എൻ്റെ കൂടെയുണ്ട്, അതുപോലെ തന്നെ നിൻ്റെ കൂടെയും വരും മോളെ എന്ന് പറഞ്ഞു. അവളത് വാങ്ങിച്ചു. കഴിഞ്ഞ മാസം അവൾ പ്രഗ്നൻ്റായി. ഇപ്പോൾ 2 മാസം അവൾ പ്രഗ്നൻ്റായി. സൗദി നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. യാതൊരു കുഴപ്പങ്ങളുമില്ല. ഇന്നലെ ഞാനിങ്ങ് പോരുന്നതിന് മുന്നേ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സന്തോഷമായിട്ടിരിക്കുന്നു, ഒരു അസ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ UK പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. UK പ്രോസസ്സിങ്ങിൽ എനിക്ക് ഏറ്റവും അവസാനത്തെ അവിടുത്തെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഏപ്രിൽ 6-ാം തീയതി പെസഹ വ്യാഴാഴ്ചയായിരുന്നു. എൻ്റെ ഏജൻറ്റ് പറഞ്ഞു എന്നോട്, ഇതിനു മുമ്പ് പോയ 2 പേർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ കുഞ്ഞുമോക്ക് ഇങ്ങനെ കിട്ടാതെ വരുന്നതെന്ന്. ആ വാക്ക് ഒരു അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു. ഞാനത് മനസ്സിൽ കരുതി, എനിക്ക് കിട്ടും. ഈ വലിയ അഹങ്കാരമായിരുന്നു അതോർത്ത്. പക്ഷേ ഞാൻ അന്ന് മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ 5-ാം തീയതി വൈകുന്നേരം മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തു. മോക്ക് ഇൻ്റർവ്യൂ അവർ പറഞ്ഞു നന്നായി പെർഫോം ചെയ്തു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ. പക്ഷേ 6-ാം തീയതിയിലത്തെ എൻ്റെ ഇൻ്റർവ്യൂവിന് ഇന്ത്യൻ സമയം 1:40 ജോയിൻ ചെയ്യാൻ പറഞ്ഞ ആ ലിങ്കിൽ എനിക്ക് കയറാൻ പറ്റുന്നത് 2:40 എൻ്റെ അഹങ്കാരം അവിടെ കൊണ്ട് തീർന്നു.
ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ, നമ്മൾ കൃപ മാത്രം മതി മാതാവേ, എനിക്ക് അഹങ്കാരം വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങൾ മുതൽ എല്ലാ ദിവസവും ചൊവ്വാഴ്ച ദിവസം ഞാൻ പോയി കുമ്പസാരിക്കുമ്പോൾ അച്ഛനോട് പറയും, അച്ഛാ ഞാൻ പാപി അച്ഛാ, എന്നെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്നു വിടണം. എനിക്ക് ഏത് മേഖലയിലാണ് പാപം ക്ഷമിക്കപ്പെടാതെ കിടക്കുന്നത്. അച്ഛൻ പറയും, വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക, അമ്മ മാതാവിനെ കൂട്ടുപിടിക്കുക, യോസേപ്പ് ദേവിനെ കൂട്ടുപിടിക്കുക എന്ന് എന്നോട് പറയും. പിന്നീട് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനകൾ ഇച്ചിരി ഉഴപ്പിയൊക്കെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ കുർബാന പങ്കെടുക്കാൻ, അപ്പം കുർബാനയിൽ കൂടുമ്പോൾ മക്കളുള്ളതുകൊണ്ട് എപ്പോഴും ഏറ്റവും പുറകിൽ പോയി നിന്നായിരുന്നു കുർബാന കണ്ടുകൊണ്ടിരുന്നത്.